നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സാക്ഷി ടി വി ടീം ഇപ്പോൾ ഉള്ളത് ചടയമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡായ അക്കോണം വാർഡിലാണ്. ഇവിടെ ഞങ്ങൾ എത്തിയത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരുന്നു. അക്കോണത്ത് 80 വയസ്സുള്ള ഹവ്വ ഉമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓയൂരുമ്മ എന്നറിയപ്പെടുന്ന ഒരു ഉമ്മയെ മക്കൾ സംരക്ഷിക്കുന്നില്ല, അവർ രോഗശയ്യയിലാണ്, അവർക്ക് സംരക്ഷണമില്ല എന്ന നിലയിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധുക്കൾ സാക്ഷി ടി വിയെ കാണുകയും സാക്ഷി ടി വി അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാനുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഉമ്മയുടെ ബന്ധുക്കളെയും മക്കളെയും ഒക്കെ കണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നൊന്ന് തിരക്കി വരാം. ഒരു നിമിഷം നമുക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഉമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒന്നുമില്ല വിശേഷം. ഉമ്മ, മക്കൾ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നു, ഉള്ളതാണോ? മക്കളെ നോക്കും, പൊന്നുപോലെ നോക്കും. പൊന്നുപോലെ നോക്കും. മക്കളാണ് നോക്കുന്നത്, ആരുമല്ല. എനിക്ക് ശ്വാസം മുട്ടുകൊണ്ട് കിടക്കാൻ നോക്കില്ല, ഇരുന്നൊക്കെ നേരം പഠിപ്പിക്കുക. അതുകൊണ്ട് എന്തരാണെന്ന് പറയും. അവരെന്തരാമച്ച് പറയുന്നത്? ശ്വാസം മുട്ടുന്നത് നിങ്ങൾക്ക് ഗുളികയുണ്ട്, നിങ്ങൾക്ക് ആഹാരമുണ്ട്, നിങ്ങളെ മക്കളെ നിന്നപ്പോൾ അവരെന്തരാ പറയുന്നത്? അത് മതി. അവരാ പറയുന്നത്. നമുക്ക് ഓയൂരുമ്മയുടെ മകൾ സലീന ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീനയ്ക്ക് പറയാനുള്ളതും നമുക്ക് കേൾക്കാം. നമസ്കാരം, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, എന്റെ ഉമ്മാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഇവിടെ വന്ന് നോക്കും. മിക്ക ദിവസങ്ങളിൽ ഞാൻ ഇവരിവിടെ കഴിയും. ഇവരെ എന്ത് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടുന്നത് ഞാൻ ആശുപത്രിയിൽ കൊണ്ട് ഇവരെ നോക്കും. എന്റെ സഹോദരിയുടെ കുടുംബം, ഞങ്ങളെ കുടുംബം ഇതാണ്, എന്റെ കുടുംബ വീട് ഇതാണ്. അങ്ങനെ വരുമോ, അവിടെ വന്ന് നിൽക്കുമോ, എന്റെ ആങ്ങളയുടെ മോള് നോക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഭർത്താവില്ല, ഭർത്താവ് മരണപ്പെട്ടു പോയി. 2 മക്കളാണ്, 2 പെൺമക്കളാണ്. മരുമക്കളെ കീഴിലാണ്, അവരുടെ കൂടെയാണ് ഞാൻ കഴിയുന്നത്. അതൊക്കെ കൊണ്ട് ഞാൻ വരേണ്ട സമയത്ത് വരും, അവരെ നോക്കേണ്ട സമയത്ത് നോക്കും. ഇന്നലെ വീഡിയോ എടുക്കാമെന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എൻ്റെ അനുവാദമില്ല, നിങ്ങൾ വീഡിയോ പിടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, എന്നെ നാണം കെടുത്താനുള്ള ഉദ്ദേശമാണ്. ഇതിനു മുമ്പ് നീ വീഡിയോ പിടിച്ച് അവരെ മോനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് പറ്റിയില്ല, നീ ഇത് ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞു. മക്കൾ അനുവാദമില്ലാതെ ആരെങ്കിലും വീട്ടിൽ കയറത്തില്ല. എല്ലാവരുടെ വീട്ടിലും പല പ്രശ്നങ്ങളും വയസ്സാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അത് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ മദ്യലഹരിയിൽ വന്ന് ഓരോരുത്തരും കൂടെ കൂട്ടുനിന്നിട്ടില്ലേ. ഇത്രയും ചെയ്യുമെന്നും ഇത്രയും കാണിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. തള്ളെ നോക്കാൻ നമ്മളെ തള്ളെ നോക്കില്ലെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ നോക്കത്തില്ല, അത് ഉറപ്പാണ്. ഓയൂരുമ്മയെ സംരക്ഷിക്കുന്ന, മക്കളോടൊപ്പം നിന്ന് സംരക്ഷിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് മഞ്ഞപ്പാറയിലെ തണൽ ജീവകാരുണ്യ സംഘടന. അതിന്റെ സെക്രട്ടറി ശ്രീ അൻവർ ഈ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരമാണ്. നമ്മളെ കഴിഞ്ഞൊരു 6-7 വർഷമായി തണൽ ജീവകാരുണ്യ മഞ്ഞപ്പാറ, ഇവിടെ 10 വർഷമായി മഞ്ഞപ്പാറ പരിസര പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ജീവകാരുണ്യ സംഘടനയാണ് തണൽ. അപ്പം ഞങ്ങളൊരു 6-7 വർഷത്തിന് മുമ്പ് ഒരു ഒറ്റ ഷെഡിൽ കിടക്കുന്ന ഒരു ഉമ്മാമയുടെ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ ഉമ്മാമായി കോണ്ടാക്ട് ചെയ്യുകയും ഉമ്മാമക്ക് എന്താണ് ഇങ്ങനെ സാഹചര്യം അനുസരിച്ച് മക്കളുമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോഴേ അവരുടെ മക്കളൊക്കെ അത്യാവശ്യം അവരെ നോക്കുകയും നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഉമ്മാമാക്ക് ഒരു ആഗ്രഹം, ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കണം, ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കണം എന്നുള്ള പിടിവാശിയിൽ ചെറിയൊരു ഷെഡ് പോലെ സെറ്റ് ചെയ്ത് അതിൽ താമസിക്കുകയായിരുന്നു. അപ്പം തണൽ ജീവകാരുണ്യം കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത് അവർക്കൊരു ഒറ്റമുറി വീട് വെച്ചു കൊടുക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും അത് അവരുടെ മക്കളെ അറിയിക്കുകയും ചെയ്തു. അപ്പം മൂത്ത മകൻ എതിർക്കുകയും പിന്നെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് സമ്മതം മേടിക്കുകയും ചെയ്തതിനു ശേഷം ഒരു ഒറ്റമുറി വീട് റെഡിയാക്കി കൊടുത്തു. ഇവിടെ കറണ്ടുണ്ട്, ജനലുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ആഹാര സാധനത്തിനുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് അവർ ഇവിടെ എത്തിക്കും. അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞാലും അവിടെ ഒന്ന് കൊടുക്കുകയും ചെയ്യും. അതിന്റെ ബില്ല് തണൽ ജീവകാരുണ്യം കൊടുക്കുകയും ചെയ്യും. ആ രീതിക്കാണ് അവിടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇന്നലെ യൂട്യൂബിൽ വന്ന ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഉമ്മാമ ബുദ്ധിമുട്ടിലാണ്, മക്കൾ നോക്കുന്നില്ല, ഒരു ഷെഡിൽ പൂട്ടിയിട്ടേക്കുന്നൊക്കെ വാർത്തയായി വന്നാണ് ഇത്രയും ഒരു പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള മക്കള് കൃത്യമായിട്ട് അവർ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് മക്കൾക്ക് ആർക്കും കൂടെ വന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം, പക്ഷെ കൊണ്ടുപോകാൻ വിളിച്ചാൽ ഇവർ പോകത്തുമില്ല. വേറെ എവിടേക്ക് വിളിച്ചാലും ഇവർ വരത്തില്ല. ഇവർ ഒറ്റയ്ക്ക് ഇവിടെ കഴിയത്തുള്ളൂ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ വാർത്ത കേട്ട് രാവിലെ ഇവിടെ 11 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അതിന് മുമ്പേ ഇവിടെ എത്തിയിരുന്നു, ഒരു പ്രവാസി സുഹൃത്ത് സജീസം എന്ന് പറഞ്ഞ പുള്ളി നമ്മൾ എത്തുന്നതിന് മുമ്പേ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എത്തുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉമ്മാമ ഇന്നലെ ഇട്ടിരുന്ന തുണി വൃത്തിയാക്കി എല്ലാം കഴുകി അശയിലിട്ട് പയർ പോലെ ഉമ്മാമ അവിടെ വന്ന് കിടക്കുകയാണ്. പിന്നെ ഉമ്മാമാക്ക് എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെതാന്ന് വെച്ചാൽ നമ്മളും പ്രായമാവും. അപ്പൊ യൂറിൻ ചില സമയങ്ങളിൽ ഉമ്മാമ അറിയാതെ പോകുന്നുണ്ട്. അത് ഉമ്മാമയുടെ കുറ്റമല്ല, ചില സമയങ്ങളിൽ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉമ്മാമക്ക് ഉള്ളത്. അല്ലാതെ ഉമ്മാമക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല. തൊട്ടടുത്ത വീട് ഭയങ്കര സഹകരണമാണ്. അവര് റിലേറ്റീവ് തന്നെയാണ്. അവരെല്ലാ ആഹാരത്തിന് സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ തണൽ ജീവാരുണ്യത്തിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉമ്മാമോടൊപ്പം തണൽ ജീവാരും ഉണ്ടാവും. കാര്യം നമ്മളെ ഓയൊരു ഉമ്മാമ എന്നാണ് നമ്മുടെ ഇതിൽ തന്നെ അറിയപ്പെടുന്നത്. ഉമ്മാമക്ക് വേണ്ടിയുള്ള എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ തണൽ ജീവാരുണ്യം തയ്യാറാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഉമ്മയുടെ മകൻ ഷാജഹാനാണ്. അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത പൂങ്കോട് വാർഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്. അദ്ദേഹത്തിന് കൂടി പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് എനിക്കുള്ള വൈഫ് മരിച്ചിട്ട് ഡിസംബർ 2-ാം തീയതി മരിച്ചതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്കുള്ള വൈഫില്ലാത്തതിനെ കൊണ്ട് ഇവരെ അവിടെ കൊണ്ട് താമസിക്കുന്ന കാര്യം പാടാണ് നോക്കാൻ. അപ്പോൾ ഞാൻ രാത്രി 12 മണിക്ക് വെട്ടാറങ്ങുന്ന ആളാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് പകല് 12 മണിയോളം ആവും. അപ്പോൾ അതുവരെ ഇവരവിടെ ഒന്നും കഴിക്കാതെയും അവിടെ ദൂരപ്പെടുത്ത് അഥവാ കിടന്നു കഴിഞ്ഞാൽ അത് നോക്കാൻ ആരുമില്ല. പിന്നെ ഇവർ എൻ്റെ കൂടെ വരാനും അവർ ഒരു മക്കളുടെയും മോളോടെയും എൻ്റെ കൂടെയും വരാൻ അവർ താല്പര്യമില്ല. അവർ പല പ്രാവശ്യം വിളിച്ചിട്ടുള്ളതാണ്, അവർ വരത്തില്ല. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, ഇവർ മരിക്കുന്നവരെ ഈ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അവർ പല പ്രാവശ്യം നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ചുറ്റുപാട് അതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു വൈഫ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്കുള്ള മോളും എനിക്ക് പെങ്ങളും എല്ലാം കറക്റ്റായിട്ട് അവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മക്കളെക്കാളും ഈ ഉമ്മാമയെ പരിചരിക്കുന്ന 2 കൊച്ചുമക്കളാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത്. നമുക്ക് അവർക്ക് പറയാനുള്ള കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഞങ്ങൾ 2 കൊച്ചുമക്കളും അവരെ എപ്പോഴും എന്നും വന്ന് നോക്കിയും കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഇങ്ങനെ ഒരു മീഡിയ പ്രവർത്തകർ വന്നെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വരികയും അവരുടെ അടുത്ത് വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഇവരുടെ വീഡിയോ എടുക്കരുതെന്ന് ഒരുപാട് പ്രാവശ്യം വിലക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോൾ വാണിംഗ് കൊടുത്തതാണ്, ഇതിനകത്ത് കയറരുത്, അവരുടെ വീഡിയോ ഞങ്ങൾക്കുള്ള മക്കളുടെയും ചെറുമക്കളുടെയും അനുവാദം ഇല്ലാതെ എടുക്കലെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് കേൾക്കാതെ വേറൊരാൾ കൂട്ടിനൊരാളും കൂടെ ഉണ്ടായിരുന്നു, അയാളെയും കൂടെ കൊണ്ടുവന്നാണ് ഈ വീഡിയോ ചെയ്തത്. ഒരുപാട് പ്രാവശ്യം എതിർത്തിട്ടും ചെയ്യും എടുക്കും എന്ന് പറഞ്ഞ് വാശിയോടെയാണ് പോയത്. അവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഇവർ മലമൂത്ര വിസർജനത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും ഒരു തെളിവ് ആ വീഡിയോയിൽ അവർ കാണിച്ചിട്ടുണ്ടോ? നാട്ടുകാർ പറഞ്ഞിട്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ ഒരു നാട്ടുകാരെ പോലും ആ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതെല്ലാം അവരെന്താ തെളിവായിട്ട് കൊണ്ടുവരാഞ്ഞത്? ഞാനാണെങ്കിൽ ഈ തൊട്ടുമുറ്റത്താണ് എൻ്റെ ഉമ്മാമ താമസിക്കുന്നതിൻ്റെ തൊട്ടുമുറ്റത്ത് ചെറുമകളായ ഞാൻ താമസിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവര് അവിടെ നിന്നുകൊണ്ട് വിളിച്ചാൽ ഞാൻ അപ്പോഴേ വിളി കേൾക്കും. ആ ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അവർക്ക് യാതൊരു കുറവില്ല. എന്ത് ആവശ്യങ്ങൾക്ക് അവർ വിളിച്ചാലും ഞാൻ ഓടി വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് വെള്ളം കൊണ്ട് താന്ന് പറയുന്ന സമയത്ത് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇവിടെ ഞങ്ങൾ ആഹാരങ്ങളെല്ലാം കൃത്യസമയത്ത് ഞാൻ ചിലപ്പോൾ ആഹാരമായിട്ട് വരുമ്പോഴായിരിക്കും അതേ ആഹാരം അവളും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ബുദ്ധിമുട്ടിലാണ് ആഹാരങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. അത് പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ വന്ന് അത് വേണ്ട രീതിയിൽ അവർ വൃത്തിയാക്കുകയും കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ ഉണക്കി പറക്കി മടക്കി വെച്ചു കൊടുക്കുകയും എല്ലാം ഞങ്ങളാണ് ചെയ്തു ഞങ്ങൾ കൊടുക്കുന്നത്. വരുമ്പോഴത്തേക്ക് ആഹാരം അവർ കഴിച്ചതിന്റെ ബാക്കി ഇവിടെ വെച്ചേക്കാണ് സാധാരണ ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ആ മീഡിയക്കാർ വന്ന സമയത്ത് ആഹാരം തട്ടി വഴിയിലിട്ടേക്കായിരുന്നു. അവരൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങളാണ് വന്ന് അവർ കഴിച്ചതിന്റെ ബാക്കി എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങളാണ് വേറെ ആഹാരം അവർക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്നലെ അത് അങ്ങനെയാണ് അവിടെ കിടന്നത്. അവർ പറയുന്നത് ഇവർ 5 ദിവസം കൊണ്ട് ഞങ്ങൾ പൂട്ടിയിട്ടേക്കുവാന്ന്. ഇവരെവിടെ പൂട്ടിയിട്ടേക്കുന്നത്? ഇന്ന് ഇവരിവിടെ ഇറങ്ങിയതോ അങ്ങ് വീട് വരെ പോയവർ കണ്ടവരുണ്ട് സാക്ഷികൾ. തണലിൽ നിന്ന് ആള് വന്നപ്പോൾ അവരിവിടെ തുണി പറക്കിക്കൊണ്ട് നിൽക്കുന്നതും കണ്ട സാക്ഷിയുണ്ട്. പിന്നെ അവരെന്തരായി പറയുന്നവരെ പൂട്ടിയിട്ടേക്കുവാന്ന്? അവർ ഇന്നും ഇന്നലെയല്ല, വർഷങ്ങൾ കൊണ്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് ഈ 2 ആഴ്ച കൊണ്ടാണ് അവരുടെ ലോകവും ഈ വീടാണ്. ഈ വീടിന് പുറത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ അവർ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നിരിക്കും, കൊച്ചുമക്കളെ കൂടെ കളിക്കും. അങ്ങനെ അവർ എല്ലാം സ്വന്തമായിട്ട് ആഹാരം ചെയ്തുകൊണ്ടിരുന്നതാ. വെച്ച് കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ഈ പ്രദേശത്തെ ജനപ്രതിനിധിയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറുമായ ശ്രീമതി റീജ ഷഫീഖ്
ഈ വിഷയമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മെമ്പർക്ക് പറയാനുള്ളതും നമുക്ക് കേട്ട് മടങ്ങി വരാം. ഇന്നലെ ഒരു 3 മണിയായപ്പോഴാണ് ഈ ഉമ്മാമ്മയുടെ മകൾ എന്നെ വിളിക്കുന്നത്. മോളെ, ഇതുപോലെ ഒരു മീഡിയ പ്രവർത്തക ഇവിടെ വന്ന് നിൽക്കുന്നു, നമ്മളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പേ പല വീഡിയോകളും എടുത്ത് അന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളെ സമ്മതമില്ലാതെ എൻ്റെ ഉമ്മായെക്കുറിച്ച് വീഡിയോ എടുക്കലെന്ന് എന്നെ അറിയിപ്പിച്ചു. ആ വിവരവും ഞാൻ ആ കുട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവളുടെ അടുത്ത് എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഈ വീഡിയോ എടുക്കാൻ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അവരെ വിളിച്ചപ്പോൾ എൻ്റെ അടുക്ക നീ ആരടി ചോദിക്കാനെന്നാണ് ആദ്യമേ തന്നെ ചോദിച്ചത്. ഒരു വാർഡ് മെമ്പറായ ഞാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന എന്നെ നീ ആരടി വിളിക്കാനെന്നാണ് ആദ്യം ചോദിച്ചത്. നീ ഇത് വന്ന് നോക്ക്, കാണ്, ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കിടക്കുന്നു. പക്ഷെ മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് യോജിച്ചേനെ. ഏതൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിനോടും അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസം കൊണ്ട് തന്നെ ഇവരെ മക്കള് നന്നായിട്ടാണ് നോക്കുന്നത്. അതിന് തന്നെ എന്ന് വെച്ചാൽ ഉമ്മാമ്മ ഇപ്പൊ ഈ 2-3 ആഴ്ച കൊണ്ടാണ് ഉമ്മാമ്മ ഈ റൂമിന് വെളിയിലോട്ടൊന്നും പോവാതെയും നടക്കാതെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആരും കാണാതിരിക്കുമ്പോൾ ഉമ്മാമ്മ നടക്കുകയും ചെയ്യുന്നുണ്ട്, പോവുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മളിവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ കണ്ടത് കൊണ്ട് തന്നെ, ഉമ്മാമ്മ പോകുന്നില്ല അല്ലെങ്കിൽ ഇറങ്ങുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് തന്നെ ഇവരെ മക്കള് നിരന്തരം അവരെ മോള് സലീന എന്ന് പറയുന്ന അവര് കണ്ണങ്കോടാണ് താമസിക്കുന്നത്. കണ്ണമ്പാറ പോരയിടത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ദിവസവും ഓട്ടോ വിളിച്ച് വന്നാണ് ഉമ്മാമ്മയെ നോക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഉമ്മാമ്മ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല. എങ്കിൽ അവരെ മകൾ കൊണ്ടുപോകാൻ തയ്യാറുമാണ്. പക്ഷെ ഈ ഉമ്മ ഈ വീട് വിട്ടു പോകാൻ തയ്യാറല്ല. അങ്ങനെ ഒരിക്കൽ നമ്മൾ ഇവരെ മകളുടെ കൂടെ തന്നെ നമ്മൾ ജാഗ്രതാ സമിതി കൂടി കയറ്റി വിടുന്നതിന് വേണ്ടിയിട്ട് വണ്ടി വരെ വിളിച്ച് ഇവരെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് ഇവരെന്നെ കൊല്ലാൻ കൊണ്ടുപോണേ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട, വയസ്സായ ഉമ്മ അല്ലേ, അവരെ ഇഷ്ടത്തിന് കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് അവരിവിടെ കിടക്കുന്നത്. അല്ലാതെ ഇവരെ നോക്കുക കാണുക ഒന്നും ചെയ്യുന്നില്ല. നിരന്തരം നമ്മളെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആശ്രയയുടെ കിറ്റ് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബശ്രീ യൂണിറ്റ് തന്നെ ഇവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവരെ ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരെ അറിയിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതേപോലെ അവരെ കൊച്ചുമക്കളാണ് ഇവരെ വീട്ടിനടുത്ത് താമസിക്കുന്നത്, തൊട്ടടുത്ത് മുറ്റത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവരെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് പറയത്തക്ക ഈ പറഞ്ഞ രീതിയിലുള്ള വിഷമതകളൊന്നും ഇല്ല. എന്നാൽ ഈ ഉമ്മ ഇന്ന് തന്നെ പോവാൻ തയ്യാറാണെങ്കിൽ ഈ മക്കൾ കൊണ്ടുപോകാനും തയ്യാറ് തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ ഈ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റുകാർ ആഴ്ചയിൽ വന്ന് ഇവരെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. എന്നെ അവർ വിളിക്കുന്നുണ്ട്, ഉമ്മാക്ക് സുഖമാണെന്ന് തിരക്കുന്നുണ്ട്. ഉമ്മയുടെ വിവരങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഉമ്മ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മക്കൾക്ക് നോക്കാൻ വയ്യ, ഉമ്മ കിടപ്പായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് എന്നെ തണലിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉമ്മ ഒരു കാരണവശാലും ഇവിടം വിട്ട് പോവാൻ തയ്യാറല്ല. അതാണ് നമുക്കൊക്കെ ഏറ്റവും വലിയൊരു വിഷമം. അതാണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണം, ഇവിടെ കിടന്ന് എനിക്ക് മരിക്കണമെന്നാണ് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓയൂർ ഉമ്മയുടെ വിശേഷങ്ങൾ മക്കൾ പറഞ്ഞതും മെമ്പർ പറഞ്ഞതും നിങ്ങൾ കേട്ടുവല്ലോ. ഈ വാർത്തയിലെ സത്യവും നന്മയും പ്രേക്ഷകർ വിലയിരുത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.